നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ഗണേഷിനേക്കാൾ തറയോ ബിന്ദു മേനോൻ? വ്യഭിചാര വഴക്കിലെ ഒത്തുതീർപ്പ് രഹസ്യമെന്ത്? പഴയകാല മലയാള സിനിമകളിൽ വില്ലനായും ബലാത്സംഗ വീരനായും പേരെടുത്ത ചില നടന്മാരുണ്ടായിരുന്നു. KP ഉമ്മർ, ഗോവിന്ദൻകുട്ടി, TG രവി, ജോസ് പ്രകാശ്, പ്രതാപ് ചന്ദ്രൻ തുടങ്ങിയവരൊക്കെ പ്രേക്ഷകർക്കിടയിലെ സ്റ്റണ്ട് വീരന്മാരും ബലാത്സംഗ വീരന്മാരും ഒക്കെയായിരുന്നു. എന്നാൽ കേരളത്തിൽ മന്ത്രിമാർക്കിടയിലെ ബലാത്സംഗ വീരനായി മാറിയിരിക്കുന്നു ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാർ. പക്ഷേ ഒരു ഗുണമുണ്ട്, അദ്ദേഹത്തിന് പറഞ്ഞു നിൽക്കാൻ പോംവഴിയുണ്ട്. താനും ഒരു സിനിമാ നടൻ കൂടിയാണ് എന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പുറകെ നടക്കലും ഒത്തുകിട്ടിയാൽ കൂടെ കഴിയലും പുതുമയുള്ള കാര്യമൊന്നുമല്ല ഗണേഷ് കുമാറിന്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഭാര്യ നേരിട്ട് കണ്ട പരസ്ത്രീ ബന്ധമല്ല ഭഗവാൻ കൃഷ്ണന്റേത് എന്നാണ്. 16,008 ഭാര്യമാരെ കൊണ്ട് നടന്നു എന്ന് പുരാണ കഥ ഉദാഹരണമായി പറഞ്ഞൊഴിയുകയാണ് മന്ത്രി ആശ്വാസത്തിനായി. അദ്ദേഹത്തിന് 5,000-ഓളം കാമുകിമാരുണ്ടെന്നും പ്രേമമാണ് മുഖ്യ തൊഴിലെന്നും പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധവും സ്വന്തം വീട്ടിൽ വെച്ച ഭർത്താവിന്റെ ശിങ്കടികൾ ആക്രമിച്ചതും അതിനെ സംബന്ധിച്ച് പോലീസിൽ ബിന്ദു മേനോൻ പരാതിപ്പെട്ടതുമൊക്കെ എങ്ങനെയാണ് ഇല്ലാതായത് എന്ന കാര്യം മലയാളികൾക്ക് ഇപ്പോഴും വിശ്വസിക്കാനേ കഴിയുന്നില്ല. മന്ത്രിയായ ഗണേഷ് കുമാറിനെ കുറിച്ച് സ്ത്രീ സംബന്ധ പരാതി ആദ്യ സംഭവമേയല്ല. ഇതിനു മുമ്പുണ്ടായ ഇത്തരം സംഭവത്താൽ മന്ത്രി കസേര പോലും ഇല്ലാതായ അനുഭവമുണ്ട് ഗണേഷ് കുമാറിന്. ഏതായാലും മന്ത്രിയുടെ ഇപ്പോഴത്തെ പുതിയ ഭാര്യ ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം തെളിവ് സഹിതം പിടികൂടുകയും പോലീസിന് മുമ്പിൽ എത്തിച്ചതിന് ശേഷം ഒറ്റ രാത്രി കൊണ്ട് അത് ഞങ്ങളുടെ കുടുംബകാര്യമാണെന്നും ഞങ്ങളുടെ തർക്കങ്ങൾ ഞങ്ങൾ പറഞ്ഞു തീർത്തെന്നും മന്ത്രി പരസ്യമായി വിളിച്ചു പറയുമ്പോൾ ഈ സന്ധിക്ക് പിന്നിൽ എന്ത് നടന്നു എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആകാംക്ഷയേറുകയാണ്. മാത്രവുമല്ല, ഗണേഷിന്റെ കോഴിത്തരത്തിന്റെ പ്രശ്നപരിഹാര തന്ത്രം ഇത്തരം ഏർപ്പാടുമായി മുമ്പോട്ട് പോകുന്ന ഭർത്താക്കന്മാർക്ക് ഒരു വഴികാട്ടിയാകിയെങ്കിലോ, അവർക്കത് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടെങ്കിലോ. ഗണേഷിന്റെ അവിഹിതം പുറത്തു വന്നപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുന്നു നമ്മുടെ സാക്ഷാൽ കോഴിയായ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹവും സമാനമായ കേസുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നല്ലോ. രാഹുലിന് ഭാര്യ ഇല്ലാത്തതിനാൽ ഭാര്യയാകാൻ പുറകെ നടന്നവരാണ് പരാതിപ്പെട്ടവർ ഏറെയും. സന്ധി സംഭാഷണത്തിലൂടെ പ്രശ്നം പരിഹരിച്ച സൂത്രം ഗണേഷ് കുമാറിന്റെ സ്വന്തം അനുഭവം രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി പറഞ്ഞു കൊടുത്താൽ നാട്ടുകാർക്ക് കുറെ നാണക്കേട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞേനെ. ഏതായാലും ഗണേഷ് എന്ന സ്ഥിരം സ്ത്രീ വിഷയക്കാരന്റെ പിണറായി സർക്കാർ മന്ത്രിസഭ അംഗമായിരിക്കെ പരസ്ത്രീ ബന്ധം സംബന്ധിച്ച വിഷയം ഭാര്യയുമായി പറഞ്ഞു തീർത്തു എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് മന്ത്രി KB ഗണേഷ് കുമാറിന് മുൻകൂർ ജാമ്യം അനുവദിച്ച മുഖ്യമന്ത്രി പ്രശംസിക്കുകയാണ് അമ്പരപ്പും ആകാംക്ഷയും വിട്ടുമാറാത്ത ജനം. നന്ദി, നമസ്കാരം.